ഐസൺ, നിർണായക ദിനങ്ങളാണോ ഇനി വരാനിരിക്കുന്നത് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം? രോഹിണി, തീർച്ചയായും ഇന്ന് രാത്രി, അതായത് ഭാരതത്തിലെ ഇന്ന് രാത്രിയും അതുപോലെ തന്നെ നാളെ പുലർച്ചെയും നിർണായകമായ ഒരു നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. കാരണം നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ഇന്ന് തുടർച്ചയായി രാവിലെ മുതലുള്ള സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അധിനിവേശം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഇറാനിലേക്ക് നടക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ചീഫ് അവിടെ എത്തിയിരിക്കുന്നത്, ഇസ്രായേലിൽ എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ ഒരു വാർത്ത നമ്മൾ രാവിലെ തന്നെ കാണുകയുണ്ടായി. അതുപോലെ തന്നെ സെൻട്രൽ കമാൻഡ് എത്തിയതിന് മുന്നോടിയായി അവിടുത്തെ സൈനിക ശേഷി, അതായത് മധ്യേഷ്യയിലെ സൈനിക ശേഷി 43,000 വർദ്ധിച്ചു. അതായത് 34 എന്ന ആ ഒരു കണക്കിൽ നിന്ന് 43,000 വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ സൈനിക അസറ്റുകളും എത്തി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു അസറ്റ് സൈന്യം അവിടെ അമേരിക്ക എത്തിച്ച ഒരു അസറ്റിനെ കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നു. അതൊരു എയർബോൺ വിമാനമായിരുന്നു, എയർബോൺ സർവീലൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അതായത് വിമാനത്തിൽ ഘടിപ്പിക്കുന്ന റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്ന ആ സർവൈലൻസ് സംവിധാനം ഉപയോഗിക്കുന്ന ഒരു വിമാനം കൂടി എത്തി. അത് ഈ സർവൈലൻസ് വിമാനം എത്തിയത് തന്നെ വളരെ കൃത്യമായൊരു നിരീക്ഷണത്തിനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സൈനികമായ സൂചനകളെല്ലാം തന്നെ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ നിലപാടുമായി പുറത്തു വന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ആദ്യം, അതായത് പ്രധാനമായും ബെഞ്ചമിൻ നെതന്യാഹു ഊന്നൽ നൽകിയത് ഈ ഫ്രഞ്ച് ആയുധങ്ങൾ, അതായത് ഫ്രാൻസിൽ നിന്നുമുള്ള ആയുധങ്ങൾ ഈ ഹമാസിനെ എതിരെ ഉപയോഗിക്കാൻ ഇസ്രായേലിന് നൽകേണ്ടതില്ല എന്നൊരു നിലപാട് ഇക്കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ആ നിലപാടിനെ അതിരൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. ആ വിമർശനത്തോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വളരെ കൃത്യമായൊരു ചോദ്യവും ഉന്നയിച്ചു. അതായത് ഈ രീതിയിലുള്ള ആക്രമണം നടത്തുന്നവർക്കുള്ള ആംസ് എംബാർഗോ, ആ വാക്കാണ് ഉപയോഗിച്ചത്, എംബാർഗോ എന്ന കൃത്യമായ വാക്കാണ് ഉപയോഗിച്ചത്. ആംസ് എംബാർഗോ ഇറാൻ നടത്തുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് ഉന്നയിച്ചത്. മാത്രമല്ല, ഈ ഫ്രാൻസിൻ്റെ സഹായത്തോടെയോ അല്ലാതെയോ ഞങ്ങൾ യുദ്ധം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന കൃത്യമായൊരു നിലപാട് അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ആൻ്റോണിയോ ഗുട്ടറസിൻ്റെയൊക്കെ തന്നെ നിലപാടുകൾ പുറത്തു വരികയും അത്തരത്തിലുള്ള നിലപാടുകളും അതുപോലെ തന്നെ വീഡിയോകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ നിലവിൽ സാഹചര്യത്തിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിരിക്കുന്നു, സൈനിക അസറ്റുകൾ കൃത്യമായി വിന്യസിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു 7-ാം തീയതിയാണ്, അതായത് ഒക്ടോബർ 7-ാം തീയതിയാണ് ഈ ആക്രമണം മുഴുവൻ ഉണ്ടാകുന്നത്. അതിവിചിത്രമായ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ളൊരു ആക്രമണമാണെന്ന് നടന്നത്. അത് പല രീതിയിൽ റോഡ് മാർഗം വന്നു. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള, അതായത് ഗാസയ ഇസ്രായേലിൻ്റെ അതിർത്തിയിലുള്ള ഉയർന്ന കെട്ടിടങ്ങളിൽ നിന്നും പാരച്യൂട്ട് വഴി വരെ ഭീകരർ എത്തി ഇസ്രായേലിൽ എന്ന ഒരു വിവരമാണ്, അതല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങളാണെന്ന് പുറത്തു വന്നത്. വൻതോതിൽ ആക്രമണം നടന്നു, ബന്ദികളാക്കി. ആ ബന്ദികളെ ഇന്ന് വരെ മോചിപ്പിച്ചിട്ടില്ല എന്നത് ഒരു വലിയ പ്രശ്നമാണ്. അവിടെയും വലിയൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് പ്രശ്നം. അപ്പോൾ ബന്ദികളുടെ മോചനം, അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ സമാധാനം, ഈ എല്ലാ വിഷയങ്ങളിലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ ആക്രമണം കൂടി ഉണ്ടായിരിക്കുമ്പോൾ തീർത്തും ഈ ഒക്ടോബർ 7 ഒരു പ്രത്യാക്രമണത്തിനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയാണ് അത് അതിനിർണായകമായി തുടരുകയും ചെയ്യുന്നത്.